നമുക്ക് ഇപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടുത്തെ സ്റ്റാൻഡ് ഓഫ് എന്തായി എന്ന് നോക്കാം. ഇവിടുത്തെ പോരിലേക്ക് പോകണം. സർക്കാർ ഗവർണർ പോര് വീണ്ടും മുറുകുകയാണ്. പരസ്പരം മുഖം കൊടുക്കാതെ ഇരുവരും മുന്നോട്ട് പോകുന്നു. ഗവർണർ വിളിച്ചു ചേർത്ത അറ്റ് ഹോം പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തില്ല എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഗവർണറുടെ പ്രതികരണം പക്ഷേ ഇന്ന് ഉണ്ടായേക്കുമെന്നുള്ളതാണ് സൂചന. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനത്തിനും സാധ്യതയുണ്ട്. PR പ്രവീണ വിവരങ്ങളുമായി. പ്രവീണ, കുറച്ച് ദിവസങ്ങളായി ഗവർണർ ഒന്നും മിണ്ടുന്നില്ല, സർക്കാരും ഒന്നും മിണ്ടുന്നില്ല, പക്ഷേ പരസ്പരം മുഖം കൊടുക്കുന്നില്ല. ഇനി അങ്ങോട്ട് പ്രതികരണങ്ങളുടെ ദിവസങ്ങളിലേക്കാണോ കടക്കുന്നത്? ഇന്ന് അതിന് തുടക്കം ഗവർണർ കുറിക്കും എന്നതിന്റെ സൂചന ലഭിച്ചോ? ഗുഡ് മോർണിംഗ് ആൾ. നമുക്കറിയാവുന്നതുപോലെ സർക്കാർ ഗവർണർ പോര് ഒരു സമന്വയത്തിൻ്റെ പാതയിൽ എത്തി എന്ന് തോന്നിച്ചിരുന്നു. അങ്ങനെ നയപ്രഖ്യാപനം അംഗീകരിക്കുന്നു, അതേപടി അംഗീകരിക്കുന്നു. അതിൽ മലയാളം, അതായത് തുടക്കത്തിൽ സംസാരിക്കാനുള്ള മലയാളം മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് അത് പൂർണ്ണമായും അംഗീകരിച്ചാണ് അദ്ദേഹം സർക്കാരിനോട് സമന്വയത്തിൻ്റെ പാതയിലാണ് എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കിയത്. അതിനുശേഷം നിയമസഭയിലെത്തുന്നു. ഒരു 78 അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റിനോടകത്തുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം വായിച്ച ശേഷം അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട പരിപാടി റിപ്പബ്ലിക് ദിന പരിപാടിയായിരുന്നു. അതിനെത്തിയ ഗവർണർ മുഖ്യമന്ത്രിയെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്നു. രണ്ടുപേരുടെയും മുഖഭാവം നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ട പോലെ രണ്ടുപേരും ഒരുപക്ഷെ സ്കൂൾ കുട്ടികൾ പിണങ്ങിയിരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മാറി വൈകുന്നേരം അറ്റ് ഹോം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ആകാംക്ഷ. പക്ഷേ അറ്റ് ഹോം പരിപാടി, ഗവർണറുടെ അറ്റ് ഹോം പരിപാടി മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിസഭ ഒന്നാകെ ബഹിഷ്കരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗവർണറുമായി ഇത്തരത്തിൽ, അതായത് സർക്കാരുമായി സഹകരിക്കാത്ത ഗവർണറോട് അത് കൃത്യമായി വ്യക്തമായി മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഇനി ഗവർണർ എന്ത് പറയുമെന്നുള്ളതാണ്. അദ്ദേഹം സാധാരണഗതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കാറുണ്ട്. ഇന്ന് കൊട്ടാരക്കരയിലെത്തുന്ന അദ്ദേഹം ഒരു പക്ഷേ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നിരിക്കും. 20 ലക്ഷം രൂപയാണ് അറ്റ് ഹോം പരിപാടിക്ക് വേണ്ടി സർക്കാർ നൽകിയത്. അതും ബജറ്റിലടക്കം ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് നൽകിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഗവർണറുടെ പരിപാടികളുമായി അത്ര കണ്ട് സഹകരിക്കേണ്ട എന്നുള്ളതാണ് തീരുമാനം. ഇനി പ്രധാനപ്പെട്ട കാര്യം ഗവർണറുടെ കയ്യിലുള്ള ബില്ല്, ലോകായുക്ത ബില്ലടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് തീരുമാനം വരും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും പരസ്യമായ പ്രതികരണങ്ങൾക്ക് സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത്. ശരി പ്രവീണ, നമുക്ക് നോക്കാം ഇന്ന് ഗവർണർ സംസാരിക്കുമോ എന്ന്. കേരളത്തിൽ ഗവർണർ തന്നെയാണ് വാർത്ത, അല്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാർത്ത എന്ന് പറയുന്നത്.